സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ ആവർത്തിച്ചു പറഞ്ഞ ഒന്നുണ്ട്. എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വിശ്വാസികളുടെ മുന്നേറ്റം ഉണ്ടാകണം. സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന അതിരൂപതയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നപ്പോൾ പോലീസിനെ ഇറക്കി അവരെ നേരിടാൻ നിർദ്ദേശം നൽകിയത് ആര്? എന്തിനായിരുന്നു പാവം വിശ്വാസികളെ അടിച്ചൊതുക്കാൻ പോലീസിനെ ഇറക്കിയത്? കലാപകാരികളായ വിമതരോട് ക്ഷമിക്കുന്നതാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തീയ സ്നേഹമെന്ന് വാചാലരായവർ സഭാസ്നേഹത്തെ പ്രതി രംഗത്തിറങ്ങിയവരെ കൈകാര്യം ചെയ്യാൻ പോലീസിനെ ഇറക്കിയപ്പോൾ ക്രിസ്തീയ ക്ഷമയും സ്നേഹവും എവിടെ പോയി? അസത്യത്തെ സത്യമായും അനീതിയെ നീതിയായും സ്നേഹത്തെ വെറുപ്പായും കാണുന്ന നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എറണാകുളത്തെ ഒരു വിശ്വാസിയുടെ ഹൃദയവ്യഥയോടെയുള്ള കുറിപ്പ് കാണാതെ പോകരുത്. അതിങ്ങനെ: കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ എറണാകുളം നഗരത്തിലും അരമനയുടെ അകത്തും പുറത്തും വിമതരുടെ എത്രയോ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടു. ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാൻ വന്ന ഒരു ആർച്ച് ബിഷപ്പിന് കാറിൽ നിന്ന് ഇറങ്ങുവാൻ പോലും 200 പോലീസുകാരുടെ സാന്നിധ്യത്തിലും കഴിഞ്ഞില്ല. നയതന്ത്ര പരിരക്ഷയുള്ള വാസിൽ പിതാവിനെ ശാരീരികമായി ആക്രമിച്ചിട്ടും ഒരു പെറ്റി കേസ് പോലും എടുത്തില്ല. ഒരു പോലീസുകാരന്റെ വാരിയെല്ല് ചവിട്ടി ഓടിച്ചവന് ഇന്നലെ പോലീസ് സുരക്ഷിതമായി വഴിയൊരുക്കുന്നത് കണ്ടു. 100 പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ ഒരു പറ്റം ആളുകൾ കയർ കെട്ടി വലിച്ച് അരമനയുടെ ഇരുമ്പ് ഗേറ്റ് പൊളിക്കുന്നത് നാം കണ്ടു. ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തോ? ഒരു പെറ്റി കേസ് എടുത്തോ? അപ്പോൾ കുർബാന തർക്കത്തിൽ പോലീസിന്റെ കൺസിസ്റ്റന്റ് സ്റ്റാൻഡ് ഇടപെടില്ല എന്നതായിരുന്നു. എന്നിട്ടെന്തേ ഇന്നലെ ഒരു പ്രകോപനവും കൂടാതെ സ്ത്രീകൾ ഉൾപ്പെടെ 40 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ നഗരം ചുറ്റിച്ച് ജില്ലയിലെ ഏറ്റവും റിമോട്ടായ സ്ഥലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 8 മണിക്കൂർ തടഞ്ഞുവെച്ചു? എന്തുകൊണ്ട് ആലോചിച്ചാൽ ഉത്തരമുണ്ട്. ഞാനൊരു മഹാസംഭവമാണ്, നീയൊക്കെ വെറും കീടങ്ങൾ. എന്തെല്ലാം സംഭവിച്ചാലും ഞാനും എന്റെ സ്ഥാനവും ഒന്നാമത്. ഞാൻ വലുതാകുകയും അവൻ ചെറുതാകുകയും വേണം, ഇല്ലെങ്കിൽ ചെറുതാക്കും. അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്.